പാലക്കാട്ടേക്ക് രാഹുൽ എത്തുമ്പോൾ തടയും എന്നുള്ള പ്രതികരണങ്ങൾ ഡിവൈഎഫ്ഐയുടെയും ബിജെപിയുടെയും ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. എങ്ങനെ എത്തിക്കും രാഹുലിനെ പാലക്കാട്ടേക്ക്? പാലക്കാട്ടേക്ക് രാഹുൽ എത്തുമ്പോൾ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ എത്തിക്കും രാഹുലിനെ? അവര് പ്രതിപക്ഷത്തിന്റെ റോള് അവര് ബിജെപി സീറ്റും അവരുടേതായി പണി ചെയ്തോട്ടെ. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണോ? അല്ല, സസ്പെൻഷൻ ഒരുപാട് കാര്യങ്ങളിൽ സസ്പെൻഷൻ ആളാണെങ്കിൽ പാർട്ടി തീരുമാനം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ തെളിയുന്നത് വരെ അദ്ദേഹത്തിന് ഒരു ചില പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സാഹചര്യം. പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് തീരുമാനങ്ങളോട് മൻസൂർ യോജിക്കുന്നില്ലേ? അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അദ്ദേഹം ഒരു സംവിധാന നേതാവാണ്. അദ്ദേഹം എടുത്ത തീരുമാനം കൂട്ടായി എടുത്ത തീരുമാനമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഈ ചില സാധാരണ പ്രവർത്തകരുണ്ടല്ലോ, സാധാരണ പ്രവർത്തകർ, ആ പ്രവർത്തകർക്ക് ചില വികാരങ്ങളുണ്ട്. ആ പ്രവർത്തകരെ കേൾക്കാതെ ഏകപക്ഷീയമായി എടുത്തു എന്നാണ് അഭിപ്രായം. അത് നേതൃത്വത്തിന്റെ തീരുമാനമാണ്. ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ശബ്ദമായി നിൽക്കുന്നത് സാധാരണപ്പെട്ട പ്രവർത്തകരുടെ ആ ഒരു വികാരമാണ്. സാധാരണ പ്രശ്നത്തോളം അവർക്കും ഇതൊന്നും അറിയില്ല. അപ്പൊ അവർക്ക് ഇത്രത്തോളം മറുഭാഗത്ത് മുകേഷും മറ്റുള്ള MLA-മാർ അത് ശരി, അതിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനത്തിനോട്, നിലപാടിനോട്, അദ്ദേഹം തുടരുന്ന കാര്യങ്ങളോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ? പാർട്ടി എടുക്കുന്ന തീരുമാനവും നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളും മാനിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിലൊരു മാറ്റവും ഒന്നും ഇല്ല. പക്ഷെ ഏകപക്ഷീയമായി കൊണ്ട് തന്നെ ഈ പറയുന്ന CPM-ഉം BJP-യും അദ്ദേഹത്തെ തെരുവിൽ നേരിടും എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതിക്ക് ഒരു ജനാധിപത്യ രീതിയിലുള്ള ഞങ്ങൾ ജനാധിപത്യ അത് താങ്കൾ ഈ പറയുന്ന സാധാരണക്കാരെ ബാധിക്കില്ലേ മൻസൂർ? തെരഞ്ഞെടുപ്പൊക്കെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഭിന്നത താങ്കൾ തന്നെ പറഞ്ഞ ആ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ ബാധിക്കില്ലേ? ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാ? CPM-ന്റെ കയ്യിലാ. അദ്ദേഹത്തിന് എത്രയും ഇവർക്ക് എല്ലാ സംവിധാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ജയിലിലിർത്തേനെ. ഞാൻ അതല്ല ചോദിച്ചത്. ഇത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഭിന്നത, പ്രതിപക്ഷ നേതാവിനോട് താങ്കൾ ഉൾപ്പെടെയുള്ള സാധാരണ പ്രവർത്തകർക്കുണ്ടായിരിക്കുന്ന ഭിന്നത തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ലേ? അത് ഈ ഘട്ടത്തിൽ ഉയരുന്നത് അത് പാർട്ടിക്ക് ദോഷം ചെയ്യില്ലേ എന്നാണ് ചോദ്യം. അല്ല മാഡം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ഭിന്നിപ്പ് ഈ പത്രക്കാരുണ്ടാക്കുന്ന ഭിന്നിപ്പ് മാത്രമേ ഉള്ളൂ. പ്രത്യേക ഒരു ഭിന്നിപ്പ് UDF-ലോ ഉണ്ടാക്കിയില്ല. ഈ സംശയം താങ്കളോട് ചോദിച്ചതാണ്, അത് ക്ലിയർ ചെയ്യാൻ ചോദിച്ചത്. അല്ല, അതിനെ വളച്ചൊടിക്കുന്നത് മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് പ്രത്യേക ഒരു വളച്ചൊടിക്കലുള്ള സ്ട്രൈറ്റ് ആണ്, ക്വസ്റ്റ്യൻ സ്ട്രൈറ്റ് ആണ്. പ്രതിപക്ഷ നേതാവിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? സ്ട്രൈറ്റ് ആണ്, താങ്കൾ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, അത്രേ ഉള്ളൂ. അല്ല മേഡം, നേതൃത്വം എടുത്ത തീരുമാനം അംഗീകരിച്ച ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം അംഗീകരിച്ചു. പത്രസമ്മേളനത്തിൽ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാൻ മൻസൂറിന്റെ കാര്യമാണ് ചോദിച്ചത്. അല്ല മേഡം, ഞങ്ങൾ സാധാരണ പ്രവർത്തകരുടെ തീരുമാനത്തില് അദ്ദേഹത്തെ തെരുവിൽ നേരിടും, സംഘർഷം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ഈ ഇവിടെ CPM-ന്റെ യുവജന സംഘടനകളും അതുപോലെ തന്നെ BJP-യുടെ ഭരണ സ്ഥാനത്തിരിക്കുന്ന ആളുകളും വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾ നേരിടും. ഒറ്റ കാര്യം കൂടെ, ശരി, അത് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടിനോട്, തീരുമാനത്തോടൊക്കെ യോജിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വരേണ്ട, ഇല്ലെങ്കിൽ സഭയിൽ എത്തേണ്ട എന്ന് പറഞ്ഞ് അതിനെ ധിക്കരിച്ചുകൊണ്ട് സഭയിലേക്ക് രാഹുൽ എത്തിയതിനെ താങ്കൾ അനുകൂലിക്കുകയാണോ? അത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. മൻസൂർ മള്ളാഞ്ചേരിയാണ്, കോൺഗ്രസിന്റെ കൗൺസിലറാണ് പ്രതികരിച്ചത്.